ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സയ്യിദ് അബുൽ അല മൗദൂദിയുടെ ജീവിതം ഒരുപക്ഷെ ആധുനിക മുസ്ലിം ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വിവാദപരവും സമ്പന്നവും അത്ഭുതപരവുമായ ജീവിതമാണ്. ഇന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം പാർട്ടിയോ സംഘടനയോ പണ്ഡിതനോ ബുദ്ധിജീവിയോ മൗലാന മൗദൂദിയെക്കുറിച്ച് സംസാരിക്കാതെ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കില്ല. അത്രത്തോളം ഇസ്ലാമിക ലോകത്ത് അതിമഹത്തായ അനുഭവം ബാക്കി വെച്ച ആളാണ്. 1909 സെപ്റ്റംബർ 25 ജനിക്കുകയും 1979 സെപ്റ്റംബർ 22 മരണമടയുകയും ചെയ്ത മൗലാന മൗദൂദിയുടെ ജീവിതം ഇസ്ലാമിക ലോകത്തെ ഇനിയും ബാക്കി വരുന്ന കാലങ്ങളിലും ഒരുപാട് ചിന്തയ്ക്കും ആലോചനകൾക്കും സ്ഥാനം ഒരുക്കും എന്ന് തന്നെ നമുക്ക് പറയാം. മൗലാന മൗദൂദിയുടെ ജീവിതത്തെ നമുക്ക് പ്രധാനമായും 3 കാറ്റഗറിയിൽ ഒതുക്കാം. അതിലൊന്ന് സമുദായം, മുസ്ലിം സമുദായം; 2 സംഘടന, പ്രസ്ഥാനം; 3 ഇസ്ലാം. ഈ 3 തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മൗലാന മൗദൂദി മുസ്ലിം സമുദായത്തെ വളരെ വിമർശനാത്മകമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മുസ്ലിം സമൂഹത്തെ തന്നെ, അതും ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും സലഫ് സാലിഹുകളുടെ ജീവിതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മുസ്ലിം സമൂഹത്തെ വളരെ വിമർശനാത്മകമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സൂറ ഹുജറാത്ത് പോലുള്ള ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്ന് തുടങ്ങുന്ന പദപ്രയോഗങ്ങൾ വരുന്ന ആയത്തുകൾ എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയൊക്കെയും മുസ്ലിം സമുദായത്തെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ചില ചിന്തകൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ഖാലത്തിൽ അഅറാബു ആമന്ന എന്ന് പറയുന്ന സൂറ ഹുജറാത്തിന്റെ അവസാനത്തെ ഭാഗത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ചില അറാബികൾ, വിദൂരവാസികളായ അറബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇസ്ലാം ഒരുപാട് വ്യാപിച്ച സന്ദർഭത്തിൽ അടുത്തു വന്നിട്ട് ഞങ്ങളും മുഅ്മിനുകളായിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് മുഅ്മിനായിട്ടില്ല, പകരം ഖുലു അസ്ലംന, മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. കാരണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇതുവരെ ഈമാൻ കടന്നിട്ടില്ല. അപ്പോൾ മുസ്ലിം ആര് എന്ന് പറയുന്ന ഒരു ചോദ്യം മൗലാന മൗദൂദി ആ ഭാഗത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. മുസ്ലിം എന്നതും മുഅ്മിൻ എന്നതും രണ്ടും രണ്ടാണ്. ഒരു കമ്മ്യൂണിറ്റി മെമ്പറാണ് മുസ്ലിം. ആ മുസ്ലിമിൻ്റെ അടുത്ത പദവി അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പായിരിക്കണം മുഅ്മിൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മുസ്ലിം ആവാം, പക്ഷെ എല്ലാവരും മുസ്ലിം ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചപ്പാട് നിന്നുകൊണ്ട് മുസ്ലിം സമുദായത്തെ മുഴുവൻ അദ്ദേഹം അവലോകനം ചെയ്യുന്നുണ്ട്. മുസ്ലിം രാഷ്ട്രീയം, ഇസ്ലാമിക രാഷ്ട്രീയം; മുസ്ലിം സാമുദായികത, ഇസ്ലാമികമായ കാഴ്ചപ്പാടിലൂടെ സമൂഹത്തെ നയിക്കുന്ന രീതി, ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സമുദായത്തെ കാണുന്നത്. അദ്ദേഹം പറയുന്നത് സമുദായത്തോടുള്ള പ്രേമം ദീനിനെ അവഗണിക്കുന്നതിന് കാരണമാവരുത്. അദ്ദേഹം പ്രസ്ഥാനം പ്രവർത്തകർ എന്ന് പറഞ്ഞ രചനയിൽ വളരെ വിശദമായി തന്നെ എങ്ങനെയാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ സമുദായത്തെ കാണേണ്ടത് എന്ന് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നത് സമുദായത്തോടുള്ള പ്രേമം ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങളെ തള്ളിക്കളയുന്നതിലേക്ക് നിങ്ങളെ നയിക്കരുത്. കാരണം താവനു അൽ ബിർരി വ തഖ്വ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്നൊക്കെ പറയുമ്പോൾ പൊതു നന്മയിലെ സഹവർത്തിത്വം ഖുർആൻ തന്നെ മുന്നിൽ വെക്കുന്ന കാര്യമാണ്. നമ്മുടെ സമുദായം, എൻ്റെ ഖൗമ്, എൻ്റെ വിഭാഗം എന്നുള്ള ചിന്തയിലൂടെ വരുമ്പോൾ പലപ്പോഴും ഇതര വിഭാഗത്തോടും ആൾക്കാരോടും അല്ലെങ്കിൽ സമുദായത്തിനുള്ളിൽ തന്നെയുള്ള വ്യത്യസ്ത കാഴ്ചപ്പാട് സ്വീകരിക്കുന്നവരോടും ശത്രുതാ മനോഭാവം രൂപപ്പെടാൻ കാരണമാകും എന്ന് അദ്ദേഹം അത് വിശദീകരിക്കുന്നത് കാണാം. കാരണം മൻദാ ഇലാ അസബിയ ഫലൈസ മിന്ന, പാർഷ്വാലിറ്റിയിലേക്ക്, വിഭാഗീയതയിലേക്ക് ആര് വിളിക്കുന്നുവോ അവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നത്. അദ്ദേഹം ആ ഹദീസും വിശദീകരിച്ചുകൊണ്ട് പലയിടത്ത് സാമുദായികതയെ അവലോകനം ചെയ്യുന്നത് കാണാം. പാകിസ്ഥാനിൽ പോയതിനു ശേഷം മൗലാന മൗദൂദി പ്രധാനമായും ഇടപെട്ടത് സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലാണ്. ഒരു പണ്ഡിതനായിരിക്കെ തന്നെ ഫത്വകളിലൂടെയും മറ്റും ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെയും വിവിധ സംഘടനാ രീതികളുടെയും നേതൃത്വത്തിലായിരിക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന ഇടപെടൽ അവിടുത്തെ രാഷ്ട്രീയ നവോത്ഥാന മേഖലകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം സാമുദായികത എന്നുള്ള പദത്തെയാണ്. നാഷണൽ മുസ്ലിം ആവാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്.
മുസ്ലിം പൊളിറ്റിക്സ് പറയുമ്പോൾ പലപ്പോഴും ഇസ്ലാമികമായ പൊളിറ്റിക്സ് നിങ്ങളുടെ ചിന്തയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ മുസ്ലിം പൊളിറ്റിക്സ് എന്നതിനേക്കാളും ഇസ്ലാമിക രാഷ്ട്രീയത്തെയാണ് നിങ്ങൾ മുന്നിൽ വെക്കേണ്ടത് എന്ന് വളരെ താത്വികമായി സംസാരിക്കുകയും അതിന് പറ്റുന്ന തരത്തിൽ പ്രായോഗിക വൽക്കരണത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു എന്നത് അദ്ദേഹത്തിൻ്റെ പാകിസ്ഥാൻ ചരിത്രം പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുക. നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുമ്പോൾ മൗലാന മൗദൂദിയെ നമ്മൾ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ രചനയായ, ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നുകൊണ്ടുള്ള അവസാനത്തെ രചനയായ മതേതരത്വം, ജനാധിപത്യം, ദേശീയത, ഒരു താത്വിക വിശകലനം എന്ന് പറയുന്ന അവർ മെസ്സേജ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഒരു ബുക്കിൻ്റെ ട്രാൻസ്ലേഷനാണ്. അത് ഒരു പ്രഭാഷണമായിരുന്നു അദ്ദേഹം. അതാണ് ഇന്ത്യയിൽ അവസാനമായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുകയാണ് ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ചിന്ത. മൗലാന മൗദൂദിയുടെ ചിന്തകളും സമുദായത്തെക്കുറിച്ചും ദേശത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചുമുള്ള ന്യൂവാൻസ്ഡായ വായന നമുക്ക് പഠിക്കണമെങ്കിൽ പാകിസ്ഥാനിൽ മൗലാന മൗദൂദിയുടെ ജീവിതത്തെയും പഠനത്തെയും ചിന്തയെയും അദ്ദേഹത്തിൻ്റെ പ്രക്ഷോഭങ്ങളെയും കൂടി കുറിച്ച് പഠിച്ചാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ സമുദായത്തോടും ഇസ്ലാമിനോടും സംഘടനയോടുമുള്ള ഇടപെടലിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ വളരെ വിശാലമായ ഒരു ലോകം മൗലാന മൗദൂദി സമുദായം എന്ന നിലയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ അദ്ദേഹം പറയുന്നത്, സമുദായം എന്ന നിലയിൽ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഷഹാദത്തുൽ ഹഖ്, സത്യസാക്ഷ്യം എന്നുള്ളതാണ്. സത്യസാക്ഷ്യം എന്ന രചനയിൽ അത് കൂടുതൽ വിശദമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. സത്യമാർഗം, സത്യസാക്ഷ്യം, ഖുതുബാത്ത്, ഇസ്ലാം മതം പോലുള്ള വിവിധ രചനകളിലെല്ലാം ഷഹാദത്ത് എന്ന് പറയുന്ന വിഷയത്തെ ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മളുടെ പ്രധാന കർത്തവ്യം എന്താണ്? ദഅവത്ത് എന്നത് അത് മറ്റുള്ളവർക്ക് മുമ്പ് പ്രബോധനം നടത്തുമ്പോൾ വ്യക്തിപരമായി സ്വയം തസ്കിയത്തിൻ്റെയും തർബിയത്തിൻ്റെയും ആവശ്യതയുണ്ട്. അങ്ങനെ സ്വന്തം ഒരു മുസ്ലിം എന്ന് പറയുന്ന ശരിയായ ഇമേജ് പെടുമ്പോഴാണ് നമ്മളുടെ സത്യസാക്ഷ്യം പൂർണ്ണമാവുകയുള്ളൂ എന്ന് മൗലാന മൗദൂദി ഈ വിവിധ രചനകളിലൂടെ സംസാരിക്കുന്നത് കാണാം. ഇത് ഇന്ത്യയിൽ മാത്രം പറഞ്ഞതല്ല, പാകിസ്ഥാനിലും അദ്ദേഹത്തിൻ്റെ നിരവധി രചനകളിലും ഒരുപാട് രചനകളുണ്ട്. തൻഖീഹാത്ത് പോലെ തഫ്ഹീമുൽ ഖുർആൻ എഴുതി പൂർത്തിയാവുന്നത് പാകിസ്ഥാനിലാണല്ലോ. അവിടെ വെച്ചിട്ടാണ് രചന നടക്കുന്നതും അവിടെ വെച്ചിട്ടാണ് അത് ഒടുങ്ങുകയും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള എല്ലാ രചനകളും പാകിസ്ഥാനിലാണ്. ആ രചനകളിലെല്ലാം ഇസ്ലാഹ് പ്രധാന വിഷയമായി കടന്നു വരുന്നത് കാണാം. ദഅവത്ത് അദ്ദേഹം ഒരുപാട് നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന ദഅവത്തി മേഖലകൾ യൂറോപ്യൻ യാത്രകളുമായി ബന്ധപ്പെട്ട രചനകളുണ്ട്. മൗലാന മൗദൂദിയുടെ യൂറോപ്യൻ യാത്രകൾ, യൂറോപ്യൻ ഖുതുബാത്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭാഗം തന്നെ അദ്ദേഹത്തിൻ്റെ രചനകളിൽ കാണാം. യൂറോപ്യൻ വിവിധ ഭാഗങ്ങളിൽ പോവുകയും അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരും ഇഖ്വാനികളുമായ ആൾക്കാർ അദ്ദേഹത്തെ ക്ഷണിക്കുകയും അവിടെ അമേരിക്കയിലും ബ്രിട്ടൻ അടക്കമുള്ള കോമൺവെൽത്ത് രാജ്യങ്ങളിൽ പലയിടത്തും പ്രഭാഷണം നടത്തുകയും അത് രചനകളായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വളരെ സുന്ദരവും പ്രൊയാക്റ്റീവുമായി പ്രതികരിച്ചത് മറിയം ജമീല എന്ന പിന്നീട് വിളിക്കപ്പെട്ട ഒരു യഹൂദ സ്ത്രീയാണ്. അദ്ദേഹം ഒരുപക്ഷെ ഈ 20 വയസ്സിന് മുമ്പ് തന്നെ മൗലാന മൗദൂദിയെ കുറിച്ച് അറിയുകയും 25 വയസ്സിൻ്റെ ആ ഇടയിൽ മൗലാന മൗദൂദിയുമായി കത്തിടപാടുകൾ നടത്തുകയും ആ കത്തിടപാടുകളിലൂടെ മൗലാന മൗദൂദിയിൽ നിന്നും ഇസ്ലാം വിശദമായി തന്നെ പഠിക്കുകയും ഓൾറെഡി പഠിച്ചു തുടങ്ങിയ ആ സ്ത്രീ മൗലാന മൗദൂദിയുമായി കത്തിടപാടുകൾ നടത്തുകയും അതിലൂടെ ഇസ്ലാം വിശദമായി പഠിക്കുകയും പിന്നീട് മറിയം ജമീൽ എന്ന പേര് വിളിക്കുകയും മൗലാന മൗദൂദിയുടെ വ്യക്തിപരമായ ദഅവത്ത് ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പാകിസ്ഥാനിലെത്തുകയും പാകിസ്ഥാനിലെ ജമാഅത്ത് ഇസ്ലാമി ഒരു ലീഡറിനെ വിവാഹം കഴിക്കുകയും അവിടെ അവർ മൗലാന മൗദൂദിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ആദ്യത്തെ ക്രിട്ടിക്കായി, വിമർശകയായി അവസാനം വരെ ജീവിക്കുകയും ചെയ്തുകൊണ്ടാണ്. അവരുടെ വിവിധ രചനകളിലെല്ലാം മൗലാന മൗദൂദിയെ ഒരു ഭാഗത്ത് അദ്ദേഹം ഇസ്ലാമിനോടും സമുദായത്തോടും പറഞ്ഞ കാര്യങ്ങളൊക്കെ പുകഴ്ത്തി പറയുന്ന അതേ സാഹചര്യത്തിൽ തന്നെ അത് വളരെ വിമർശനപരമായി തന്നെ മൗലാന മൗദൂദിയെ കാണുന്ന മറിയം ജമീലിനെ നമുക്ക് കാണാൻ കഴിയും. അവർ ഒരേ സമയം ജമാഅത്ത് ഇസ്ലാമിയിലെ മെമ്പർ ആയില്ല എങ്കിൽ പോലും ജമാഅത്ത് ഇസ്ലാമി നേതാവിൻ്റെ ഭാര്യയായി ജീവിക്കെ തന്നെ മൗലാന മൗദൂദിയുടെ കുടുംബവുമായി നല്ല ബന്ധമുണ്ടായിരിക്കെ തന്നെ വളരെ സുന്ദരമായ ഒരു വിമർശക കറസ്പോണ്ടൻസ് അവർക്കിടയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ മറിയം ജമീല ആൻഡ് മൗലാന മൗദൂദി എന്ന് പറയുന്ന ഒരു രചന തന്നെ പിന്നീട് അതായി മാറി. ഇവർ തമ്മിലുള്ള കത്തിടപാടുകളുടെ ഒരു കളക്ഷൻ തന്നെ ഇപ്പോൾ ഒരു ബുക്കായി തന്നെ നമുക്ക് കിട്ടും. നിങ്ങളത് അനിവാര്യമായി വായിച്ചിരിക്കേണ്ടതാണ്. താല്പര്യമുള്ളവർ അത് കൂടുതൽ വായിക്കേണ്ടതും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഞാൻ പറഞ്ഞത് മൗലാന മൗദൂദിയുടെ ദഅവത്തിൻ്റെ ഭാഗമാണ് മറിയം ജമീല എന്ന് പറയുന്ന വളരെ സ്കോളറായ ഒരു സ്ത്രീ തന്നെ ഇസ്ലാമിലേക്ക് എത്തുകയും അതും ആരിലൂടെയാണോ ഇസ്ലാം സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രധാന വിമർശകയായി അവർ മാറുകയും ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ദഅവത്തിൻ്റെ ഒരു ആഴം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്.
രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാന ഘട്ടം സംഘടനയാണ്. മൗലാന മൗദൂദി ഈ കറസ്പോണ്ടന്റിൽ തന്നെ എന്തിനാണ് ഞാൻ ജമാഅത്ത് ഇസ്ലാമി രൂപീകരിക്കുന്നത് എന്ന് മറിയം ജമീലയ്ക്ക് കത്തിലൂടെ പറയുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം, ലോകത്ത് പാശ്ചാത്യ യൂറോസെൻട്രിക്കായ ഒരുപാട് ഐഡിയകൾ, ആശയങ്ങൾ മുസ്ലിം നാടുകളിലേക്ക് എത്തുകയും അതിലൂടെ ഒരുപാട് മുസ്ലിം ഇൻ്റലക്ച്വൽ രൂപപ്പെടുകയും ആ വിവിധ ഇസങ്ങളോട് വളരെ സ്നേഹപൂർവ്വം പെരുമാറി ഇസ്ലാമിൽ നിന്ന് അകലുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആ ഇസങ്ങളോട് ശക്തമായ വിമർശന നിലപാട് സ്വീകരിക്കേണ്ട ഒരു ആവശ്യകത ഉയർന്നു വന്നു. അതിന് സംഘടന വേണം. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, വിവിധ ഇസങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ബദൽ സംവിധാനം എന്ന നിലയിൽ ഒരു സംഘടന വേണം. അതിനൊക്കെ ആവശ്യമായ ഒരു വിഭാഗം ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരണം. ഇതിനാണ് ഞാൻ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ചിന്തയ്ക്ക് രൂപം കൊടുത്തതെന്ന് അദ്ദേഹം ആ രചനയിൽ പറയുന്നുണ്ട്. ഇത് തന്നെയാണോ ജമാഅത്ത് ഇസ്ലാമി നിലവിൽ ചെയ്യുന്നതെന്നും നമ്മൾ പുനരാലോചന ചെയ്യേണ്ട ഒരാവശ്യം കൂടിയാണ്. ഇതിനാണ് സംഘടന. എന്നിട്ട് അദ്ദേഹം പ്രസ്ഥാന പ്രവർത്തനം തന്നെ രചനയിൽ തന്നെയും എടുത്തു പറയുന്നത്, ഒരു പ്രസ്ഥാനം എന്നത് ദീനിനെ സേവിക്കാനാണ്. ദീനിനെ സ്നേഹിക്കുക എന്നതിലൂടെ സംഘടനയെ വളർത്തുക എന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ സമുദായത്തെ വളർത്തുക എന്നുള്ളതാണ്. സമുദായം, ഇസ്ലാം സമുദായം, വ്യക്തി എന്ന് പറയുന്ന ഒരു ആശയമാണ് നമുക്ക് വേണ്ടത്. അതായത് വ്യക്തി, സമുദായം, ഇസ്ലാം എന്നതല്ല നമുക്ക് വേണ്ടതെന്ന് മൗലാന മൗദൂദിയുടെ ചിന്തകളിലൂടെ നമുക്ക് പറയുന്നത്. അത് സംഘടനയിലൂടെ ആണ് അത് ഉണ്ടാവേണ്ടത്. സംഘടനയുടെ പ്രധാന ലക്ഷ്യം അത് ഇസ്ലാം ആയിരിക്കണം. ഇസ്ലാമിന് ദോഷം പറ്റുന്ന, കേടുപറ്റുന്ന, കോട്ടം തട്ടുന്ന ഒന്നും ഒരു സംഘടനയിൽ നിന്ന് ഉണ്ടാവാൻ പാടുള്ളതല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മൗലാന മൗദൂദി ജമാഅത്ത് ഇസ്ലാമിയുടെ രൂപീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ വിവിധ മദ്ഹബിലുള്ള ആൾക്കാർ ഒന്നിച്ചിരിക്കുക അവരോട് പ്രത്യേകം പറഞ്ഞത് ഏത് മദ്ഹബും സ്വീകരിക്കാം. അദ്ദേഹം സ്വതവേ ഹനഫി മദ്ഹബ് എന്നായ ഒരാളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു ഏത് മദ്ഹബുമുള്ള ആൾക്കാർക്കും ഈ സംഘടനയിൽ അംഗമാവും, തമ്മിൽ തല്ലാൻ പാടുള്ളതല്ല. കാരണം വിവിധ പ്ലൂരലായ ഒരു കൺസെപ്റ്റാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന നിലയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിൻ്റെ കൂടെ തന്നെ സമുദായ വിമർശനം എന്ന നിലയിൽ അദ്ദേഹവും കണ്ട മറ്റൊരു പോയിന്റാണ്, മുസ്ലിം ലോകത്തെ നല്ലൊരു ശതമാനം ആത്മീയതയെ നിയന്ത്രിക്കുന്ന സൂഫി ഗ്രൂപ്പുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അദ്ദേഹം ചെയ്തത് തസവുഫിനെ, സൂഫികളെ 3 തലങ്ങളായി അദ്ദേഹം വേർതിരിച്ചു. അതിലൊന്നാമത് നമ്മൾ അനിവാര്യമായി പിൻപറ്റേണ്ട വിഭാഗം, ഒരുപാട് അബ്ദുൽ ഖാദർ ജീലാനി, മൊയ്നുദ്ദീൻ ചിശ്തി, ശിഹാബുദ്ദീൻ സുഹ്റവർദി, ബഹാവുദ്ദീൻ നഖ്ശബന്ദി, ഇബ്രാഹിം അദ്ഹം പോലുള്ള പ്രമുഖരായ പണ്ഡിതന്മാരുടെ വഴി നമ്മൾ അനിവാര്യമായി പിൻപറ്റേണ്ടതുണ്ട്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ക്രിട്ടിക്കലായി സമീപിക്കേണ്ട രണ്ടാമത്തെ വിഭാഗം ഇബ്ൻ അറബീനെ പോലുള്ള വലിയ സൂഫികളാണ്. പക്ഷെ അവരുടെ ചിന്തകളിൽ ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അവരോട് ക്രിട്ടിക്കലായി നമ്മൾ സമീപിക്കണം. മൂന്നാമത്, ഒരു കാരണവശാലും അടുക്കാൻ പാടില്ലാത്ത വിഭാഗം, ശരീഅത്തിന് തന്നെ വിരുദ്ധമായി ആന്റിനോമിയൻ എന്ന് ഇംഗ്ലീഷ് വിളിക്കപ്പെടുന്ന ആ തരത്തിലുള്ള വിഭാഗങ്ങളുണ്ട്, ചില വഴിതെറ്റിപ്പോയ വിഭാഗങ്ങൾ, അവരോട് അടുക്കാൻ തന്നെ പാടില്ല എന്ന് പറയുന്നത്. അതും ഇദ്ദേഹം പറയുന്നത് സംഘടനയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ്. നിങ്ങളിത് പറയുമ്പോൾ മനസ്സിലാവണം, ഇത് ഫത്വയിലൂടെയാണ് അദ്ദേഹം പറഞ്ഞത്. പാകിസ്ഥാനിൽ മതസംഘടനകളെ നിയന്ത്രിക്കുന്നത് സൂഫി നേതാക്കന്മാരായിരുന്നു അന്നും ഇന്നും. അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. കാരണം മതസംഘടനകളിൽ നിന്നാണ് പലപ്പോഴും പാകിസ്ഥാനിലെ രാഷ്ട്രീയ പാർട്ടികൾ ഊർജ്ജം ഉൾക്കൊള്ളുന്നത്. ഇപ്പോൾ അവസാനം നമ്മുടെ ഇമ്രാൻഖാൻ അടക്കമുള്ള അദ്ദേഹത്തിന് ഇൻസാഫ് പാർട്ടിക്ക് പോലും വിവിധ സൂഫി ത്വരീഖത്തുകളുടെ പിൻബലമുണ്ട്. അപ്പം ഇത് മുമ്പേ ഉണ്ട്, മൗലാന മൗദൂദിയുടെ കാലത്തുമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, ഏത് സംഘടനയാവട്ടെ, നമ്മൾ ആരെയാണോ ഫോളോ ചെയ്യുന്നത് അവർ ഇസ്ലാമിനെ ഫോളോ ചെയ്യാത്തിടത്തോളം കാലം അവരെയും ഫോളോ ചെയ്യാൻ പാടുള്ളതല്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ ക്രിട്ടിക്കൽ നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് അദ്ദേഹം ഫത്വയിലൂടെ മറുപടി പറയുന്നത് കാണാം. അത് റസായിലോ മസായിൽ എന്ന് പറയുന്ന, ചോദ്യോത്തരം എന്ന് പറയുന്ന മൗലാന മൗദൂദിയുടെ ഫത്വയുടെ കളക്ഷനിൽ നമുക്കത് കാണുവാൻ പറ്റും. ഈ ഒരു തരത്തിലാണ് സംഘടനയെ പോലും അദ്ദേഹം കാണുന്നത്. സമുദായം എന്നത് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നതാവണം. സമുദായത്തിനെ കുറിച്ചുള്ള ചിന്ത ഇസ്ലാമിൻ്റെ വളർച്ചയെക്കുറിച്ചുള്ള ചിന്തയാവണം. വ്യക്തിഗതമായ വളർച്ച സമുദായത്തിൻ്റെ വളർച്ചയെ കുറിച്ചുള്ളതാവണം. അങ്ങനെയാണ് അദ്ദേഹം ഈ ചിന്തകളെ കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം സമുദായത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊരു പ്രധാനമായും കാണുന്നത് ഇസ്ലാമിക ചരിത്ര രചന നടത്തി എന്നുള്ളതാണ്. കാരണം ജിഹാദ് എന്ന് പറയുന്ന രചന നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. മൗലാന മൗദൂദി ആ രചന എഴുതുന്നത് 24-23 വയസ്സുള്ള കാലഘട്ടത്തിലാണ്, നമ്മളെക്കാളും ചെറുപ്പമുള്ള കാലഘട്ടം. ആ രചന ഒരു പക്ഷേ മൗലാന മൗദൂദിയുടെ ഏറ്റവും മൗലികമായ ആദ്യത്തെ രചനകളിൽ ഒന്നാണ്. അത് എഴുതാൻ കാരണം നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് ഒരു സാമിയെ ഒരാൾ ചെറുപ്പക്കാരൻ വധിക്കുകയും ചെയ്യുമ്പോൾ മതതീവ്രവാദത്തെക്കുറിച്ചുള്ള വലിയ ചർച്ച ഉണ്ടാവുകയും ഇസ്ലാം എന്ന് പറയുന്നതും ജിഹാദ് എന്ന് പറയുന്നതും വലിയ തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ്
മൗലാന ഷൗക്കത്തിലെയും മറ്റും ഇതേപോലെ ജുമാ മസ്ജിദിൽ പ്രസംഗിക്കുന്നുണ്ട്. ആരുണ്ട് ഇസ്ലാമിക ജിഹാദിനെ കുറിച്ച് വ്യക്തമായി എഴുതുവാൻ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി എന്ന നിലയിൽ മൗലാന മൗദൂദി അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന മാഗസീനിൽ ഖണ്ഡശയായിട്ട് നിരന്തരം എഴുതിയ ലേഖനങ്ങളുടെ കളക്ഷനാണ് അൽ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന രചന. ആ രചനയെ കുറിച്ചിട്ടാണ് അന്ന് മുതിർന്ന പണ്ഡിതനായിരുന്ന നമുക്കെല്ലാവർക്കും പ്രിയങ്കരനാണ് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞത്, ജിഹാദിനെ കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും രചന വായിക്കണമെങ്കിൽ അത് ചെറുപ്പക്കാരനായ മൗലാന മൗദൂദി എഴുതിയ അൽ ജിഹാദാണ് നിങ്ങൾ വായിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇസ്ലാമിനെ കുറിച്ച് മുസ്ലിം സമുദായം എന്നത് തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, ഇസ്ലാമോഫോബിയ പടർന്നു നിൽക്കുമ്പോൾ അദ്ദേഹം എഴുതിയ രചനയാണ് ജിഹാദ് എന്ന് പറയുന്ന രചന. കേരളത്തിൽ നമ്മളിവിടെ മലബാറിനെ കുറിച്ചും മലബാർ സമരത്തെക്കുറിച്ചും വലിയ തെറ്റിദ്ധാരണ ഉണ്ടാവുകയും ദേശീയ ലെവലിൽ തന്നെ ഗാന്ധി അടക്കമുള്ള ആൾക്കാർ ഇതിനെ ഒരു മുസ്ലിം ഹിന്ദു വിരുദ്ധ ഒരു ലഹള കലാപം എന്ന നിലയിൽ മനസ്സിലാക്കപ്പെടുകയും ചെയ്യുമ്പോൾ, ഇവിടെ നമ്മൾ വാരൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഹിന്ദുവിൽ ലേഖനം എഴുതുന്നതായി കാണാം, കത്തെഴുതുന്നുണ്ട്. അതേ കാലഘട്ടത്തിൽ തന്നെ മൗലാന മൗദൂദി അദ്ദേഹത്തിൻ്റെ മുസ്ലിം ജമിയത്തിൻ്റെ തന്നെ പത്രത്തിൽ 2 ലക്കങ്ങളിലായി മലബാർ സമരത്തെക്കുറിച്ച് ആർട്ടിക്കിൾ എഴുതുന്നുണ്ട്. അതിൽ അദ്ദേഹം ചെറുപ്പക്കാരനായ മൗദൂദി, ഇതൊക്കെ 20 വയസ്സ് 21 വയസ്സ് കാലഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കണം. ആ ലേഖനം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രബോധനം പബ്ലിഷ് ചെയ്തിരുന്നു. വളരെ സുന്ദരമായി ഇന്ന് നമുക്കറിയാവുന്ന ഒരു മൗലാന മൗദൂദിയുടെ ഫിഗറിൽ നിന്നുകൊണ്ടാവും നമ്മൾ ആ ലേഖനം വായിക്കുമ്പോൾ മൗദൂദിയെ നമ്മൾ ചിത്രീകരിക്കുക. ചെറുപ്പക്കാരനായ മൗദൂദിയാണ് എഴുതുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് മുസ്ലിം വിരുദ്ധ ചിന്താഗതിയുടെ ഉൽപ്പന്നമാണ്, ഗാന്ധി അടക്കമുള്ള ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം. യഥാർത്ഥത്തിൽ മലബാർ സമരമാണ്, അത് അധിനിവേശ വിരുദ്ധ പോരാട്ടമാണ്, അതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമർത്ഥിക്കുന്നത് കാണാം. അതായത് മുസ്ലിം സമുദായം തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ അതിനുവേണ്ടി ചെറുപ്പം മുതലേ ചിന്തിച്ച ഒരാളെന്ന നിലയിൽ മൗലാന മൗദൂദിയെയും നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു തരത്തിൽ തന്നെ എഴുതുകയും ചിന്തിക്കുകയും തുടങ്ങിയ ഒരാളാണ് അദ്ദേഹം. അതിൻ്റെ കൂടെ തന്നെ തബ്ലീഗ് പ്രസ്ഥാനത്തെ അനുകൂലിക്കുകയും അവരെ പ്രകീർത്തിക്കുകയും പിന്നെ അവരെ വിമർശിക്കുകയും ചെയ്യുന്നതായും അദ്ദേഹത്തിൻ്റെ രചനകളുണ്ട്. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ചരിത്ര രചനകളിൽ ഒന്നാണ് തഹ്രീക്ക് ആസാദി ഹിന്ദുസ്ഥാൻ ഓർ മുസൽമാൻ. ആ രചനയിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും മുസ്ലിങ്ങളുടെ പങ്കും 2 വാള്യങ്ങളുള്ള രചനകളാണ്. മലയാളത്തിൽ ഇതുവരെ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല, അനിവാര്യമായും വരേണ്ട രചനകളിൽ ഒന്നാണ്. അതായത് മൗലാന മൗദൂദി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ പങ്കിനെ കുറിച്ച് എഴുതുന്ന രചനകളാണ് തഹ്രീക്ക് ആസാദി ഹിന്ദുസ്ഥാൻ ഓർ മുസൽമാൻ എന്ന് പറയുന്ന രചന. അതുപോലെ തന്നെ സിയാസി കശ്മകഷ് ഓർ മുസൽമാൻ, അതിലെ മുസ്ലിങ്ങൾക്കിടയിലെ രാഷ്ട്രീയ പടംവലികളെ കുറിച്ചിട്ടുള്ള അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് പറയുന്ന ഒരു രചനകളുണ്ട്. മുസ്ലിങ്ങളുടെ അന്നത്തെ ഒരു അവസ്ഥയെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന രചനയാണ്. അതുപോലെ തന്നെ വിവിധ ചരിത്ര രചനകൾ ഇന്ത്യയിൽ തന്നെ അദ്ദേഹം ഇടക്കാലത്ത് ചെറുപ്പക്കാരനായിരിക്കെ ഹൈദരാബാദ് നിസാമിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നു. വിവിധ പേർഷ്യൻ രചനകളടക്കം അദ്ദേഹം അസ്ലത്തുൽ അർബ എന്ന് പറയുന്ന മുല്ലാ സദറ എന്ന് പറയുന്ന മധ്യകാലഘട്ടത്തിലെ പ്രമുഖനായ പണ്ഡിതൻ്റെ രചനകളടക്കം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ആ ചെറുപ്പകാലഘട്ടത്തിൽ. അതിൽ കൂടാതെ തന്നെ ആസഫിയ ഡൈനാസ്റ്റി, ആസഫ്ജ എന്ന് പറയുന്ന നൈസാം ഡൈനാസ്റ്റിയുടെ ചരിത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സെൽജൂക്കരുടെ ചരിത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഗാന്ധിയുടെ ബയോഡാറ്റ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മദൻ മോഹൻ മാളവിയെക്കുറിച്ചുള്ള ബയോഡാറ്റ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ തുർക്കിയിലെ യഹൂദരുടെയും ചരിത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ചരിത്രം അദ്ദേഹത്തിൻ്റെ പ്രധാന ഒരു ഭാഗമാണ്. അതിനേക്കാളും ഒരുപക്ഷെ ഏറ്റവും വലിയ ക്ലാസിക് രചനയായി ഇന്നും പരിഗണിക്കുകയും ഒരുപക്ഷെ കോൺട്രവേഴ്ഷ്യലായി മനസ്സിലാക്കുകയും ചെയ്യുന്ന രചനയാണ് ഖിലാഫത്തുൽ മുലൂക്കിയത്ത് എന്ന് പറയുന്ന ഖിലാഫത്തും രാജവാഴ്ചയും എന്ന് പറയുന്ന രചന. ഖിലാഫത്ത് എന്താണ് എന്നും എന്താണ് ഇസ്ലാമും ഖുർആനും ഖിലാഫത്തിനെ കുറിച്ച് കാണുന്നതെന്നും പിന്നീട് എന്താണ് ചരിത്രത്തിൽ സംഭവിച്ചതെന്നും പിന്നീട് അതെങ്ങനെയാണത് രാജവംശത്തിലേക്കും രാജാധിപത്യത്തിലേക്കും വഴിമാറിയതെന്നും കൈകാര്യം ചെയ്യുന്ന രചനയാണ്. അതിൽ അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു നിലപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമേ വിമർശനത്തിന് അതീതനായിട്ടുള്ളൂ, എല്ലാ സഹാബികളെയും വിമർശിക്കാൻ പറ്റുമെന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ആ രചന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹുവിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹുവിനെ നന്നായി വിമർശന വിധേയമാക്കുന്നുണ്ട്. അലി റളിയല്ലാഹുവിനും മുആവിയയും തമ്മിലുള്ള സംഘർഷത്തെ വിമർശന വിധേയമാക്കുന്നുണ്ട്. ഒരു ചരിത്രം എന്ന നിലയിൽ നമ്മൾ പലപ്പോഴും 4 ഖലീഫമാരെയോ സഹാബിമാരെയോ വല്ലാണ്ട് മഹത്വവൽക്കരിക്കുന്നുണ്ട്. വേണ്ടത് തന്നെയാണ്, റളിയല്ലാഹു അൻഹും വറളൂ അൻഹു എന്ന് നമ്മൾ കാണുന്നവരാണ്. പക്ഷെ മൗലാന മൗദൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒഴിച്ചുള്ളവരെല്ലാം വിമർശന വിധേയം ആവേണ്ടതുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആ രചനയിൽ ആ സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ചരിത്രപരമായി
വളരെ പ്രത്യേകത നിറഞ്ഞ ബുക്കാണ്. അതിനെതിരെ വിമർശന രചനകൾ ഉണ്ടായപ്പോൾ പിന്നീട് മൗലാന മൗദൂദി ആ വിമർശനങ്ങൾക്ക് മറുപടിയായി കുറിപ്പെഴുതുകയും അതും കൂടി ബുക്കിൽ 2ാമത്തെ എഡിഷനിൽ ചേർത്ത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയ ചർച്ച ചെയ്യപ്പെട്ട രചനയാണ് ഖിലാഫത്ത് മുലൂക്കിയത്. ഞാനിത് പറഞ്ഞത് മുസ്ലിം സമുദായത്തിൻ്റെ വിവിധ അംശങ്ങളെ, ചരിത്രമാവട്ടെ, അവരുടെ സാമുദായികതയാവട്ടെ, അവരുടെ രാഷ്ട്രീയമാവട്ടെ, അവരുടെ ആത്മീയ സാംസ്കാരിക വിഷയങ്ങളാവട്ടെ, ഒരു ഐഡിയോളജി എന്ന നിലയിൽ വിവിധ ഇസങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിഷയമാവട്ടെ, ഇതെല്ലാം മൗലാന മൗദൂദിയുടെ വിവിധ രചനകളിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജനാധിപത്യം, മതേതരത്വം, ദേശീയത, ഒരു താത്വിക വിശകലനം. എങ്ങനെയാണ് ജനാധിപത്യത്തെ കാണേണ്ടത്, എങ്ങനെയാണ് മതേതരത്തെ നമ്മൾ സമീപിക്കേണ്ടത്, എന്താണ് ദേശീയത, അതിൽ ഇസ്ലാമിൻ്റെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ സമീപിക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്ന രചനയാണ്. ആ ഒരു രചന അക്കാലഘട്ടത്തിൽ വേറൊരു പണ്ഡിതന്മാരും അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അതിന് നമ്മുടെ ഒരു പ്രശ്നം, അത് അവസാന രചനയായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇന്ത്യയിൽ കാണുന്നത്. മൗലാന മൗദൂദി ഇതിനേക്കാളും അപ്പുറം പാകിസ്ഥാനിൽ ചെന്ന് ഡെമോക്രാറ്റിക് പ്രോസസ്സിന് വേണ്ടി മത്സരിച്ച ആളാണ്. ഫാത്തിമ ജിന്നയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇലക്ഷനിൽ അതിനുവേണ്ടി ക്യാമ്പയിൻ നടത്തിയ ആളാണ്. പാകിസ്ഥാനിലെ ഭരണഘടനാ പ്രക്ഷോഭം നടത്തിയ ആളാണ്. പാകിസ്ഥാനെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന ആ ടൈറ്റിൽ നൽകുന്നതിൽ, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ടൈറ്റിൽ നൽകുന്നതിൽ മൗലാന മൗദൂദിയുടെ ഭരണഘടനാ പ്രക്ഷോഭം വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ചരിത്രപരമായ പങ്കാണത്. കാരണം അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തെക്കുറിച്ചുള്ള നിരൂപണങ്ങളിൽ പണ്ഡിതന്മാർ പറയുന്നത്, മൗദൂദിയുടെ ഭരണഘടനാ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ അതൊരു ലീഗിന്റെ അടിസ്ഥാനത്തിലുള്ള ഏതെങ്കിലും സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്നോ ആ ഏതെങ്കിലും പറഞ്ഞു വന്നത്, മൗലാന മൗദൂദിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന് പറയുന്ന പദപ്രയോഗം പോലും വന്നതെന്നുള്ള പഠനങ്ങൾ കാണാം. അല്ലെങ്കിൽ അത് ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നാഷണലിസ്റ്റ് ആയിട്ടോ ആ ഏതെങ്കിലും ഒരു തരത്തിലേക്കാണ് അത് അറിയപ്പെട്ടുമായിരുന്നു എന്ന് പറയുന്ന നിരീക്ഷണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാം. പിന്നീട് പാകിസ്ഥാൻ എന്തായി എന്നുള്ളത് വേറെ വിഷയമാണെങ്കിൽ പോലും ആ ഒരു പദപ്രയോഗം ഭരണഘടനാപരമായി ചേർക്കുന്നതിൽ, അത് ആ പദപ്രയോഗം അങ്ങനെ നിലനിൽക്കുന്നതിലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയം ആ ഒരു ദേശീയ വിഷയമായി കണക്ട് ചെയ്യുന്നതിലും മൗലാന മൗദൂദിയുടെ സംഭാവന വലുതാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ അതിന് ശേഷമാണ് മൗലാന മൗദൂദി പ്രസ്ഥാനം, സംഘടന എന്നതിന് ശേഷം ഇസ്ലാം എന്ന് പറയുന്ന വിഷയത്തെ കൂടി കണക്ട് ചെയ്യുന്നത്. കാരണം വ്യക്തിപരമായ വളർച്ച, മൗലാന മൗദൂദിയുടെ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി ഉണ്ട്. ആ പൊളിറ്റിക്കൽ ഫിലോസഫി കണക്ട് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ ചിന്ത കണക്ട് ചെയ്യുന്നത് 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഷാ വലിയുല്ലാ ദഹ്ലവി എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ പണ്ഡിതനിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്ക് ഇർത്തിഫാഖാത്ത് എന്ന പേരാണ് പറയുക. അതിന് അദ്ദേഹം ചിന്തിച്ചത് വ്യക്തി, കുടുംബം, നഗരം, ദേശം എന്ന് പറയുന്ന ഒരു ക്രമപ്രവൃത്തമായ ഗ്രാജുവൽ ഗ്രൗത്തിനെയാണ്. കാരണം ഷാ വലിയുല്ലാ ദഹ്ലവി ഡൽഹി കേന്ദ്രീകരിച്ചാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ മുഗൾ ഡൈനാസ്റ്റിയുടെയൊക്കെ അതിൻ്റെ ക്യാപിറ്റലായിരുന്നത് ഡൽഹി ആയിരുന്നു. ഡൽഹിയാണ് അവിടുത്തെ മത, സാംസ്കാരിക, രാഷ്ട്രീയ, ആത്മീയ എല്ലാ മേഖലകളുടെയും കേന്ദ്രം എന്നതുകൊണ്ട് ഷാ വലിയുല്ലാ ദഹ്ലവി അതിനെ നഗരം എന്നതിനെ മൂന്നാമതായി കണ്ടു. നഗരത്തിൽ നിന്നും മദീന എന്നുള്ള പദമാണ് അദ്ദേഹത്തിൻ്റെ ഹുജ്ജത്തുൽ ബാലിഗ എന്ന് പറയുന്ന രചനയിൽ ഉപയോഗിച്ചത്. വിവിധ മദീനകളുടെ, വിവിധ നഗരങ്ങളുടെ ഒരു സങ്കലം ഉണ്ടാകുമ്പോൾ ദേശമാവുകയും അത് ഖിലാഫത്തിലേക്കുള്ള ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തിക്കും എന്നാണ് ഷാ വലിയുല്ലാ ദഹ്ലവിയുടെ പൊളിറ്റിക്കൽ ഫിലോസഫിയിലുള്ളത്. മൗലാന മൗദൂദി ചെറിയൊരു ചേഞ്ച് വരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഉപയോഗിച്ചത്. വ്യക്തികളുടെ വളർച്ച കുടുംബത്തിലൂടെയും വിവിധ കുടുംബങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി, ഒരു സമൂഹമായി, സൊസൈറ്റിയായി വളരുകയും ആ സൊസൈറ്റിയുടെ ഒരു ഉന്നമനം അത് ദേശ രാഷ്ട്ര കൺസെപ്റ്റിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഈ പൊളിറ്റിക്കൽ ഫിലോസഫിക്ക് അദ്ദേഹം ആശയം ഉൾക്കൊള്ളുന്നത് ഖിലാഫത്ത് എന്ന് പറയുന്ന ഇസ്ലാമികമായ ആശയത്തിൽ നിന്നാണ്. ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ എന്ന് പറയുന്ന ആയത്തുകൾ ഉപയോഗിച്ചുകൊണ്ടും ഇസ്തിഖ്ലാഫ്, ഖിലാഫത്തുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളും ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ തന്നെ എന്താണ് ഖിലാഫത്ത് എന്ന് പറയുന്ന അതിൽ നിന്ന് ആശയം എടുത്തുകൊണ്ടാണ് അദ്ദേഹം പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന നിലയിൽ ഇസ്ലാമിനെ മുന്നോട്ട് വെച്ചത്. അതിന് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഡെമോക്രസി ഉണ്ട്. ഡെമോക്രസിയാണ് ലോകത്തെല്ലായിടത്തും ഒരു ബദലായി ചിത്രീകരിക്കപ്പെടുന്നത്. ഇപ്പം മൗലാന മൗദൂദി പറഞ്ഞു, ഡെമോക്രസിയുടെ ഒരു പ്രശ്നമുണ്ട്.
അത് ജനാധിപത്യമാണ്. അവിടെ ദൈവത്തിന് റോളില്ല. ഇപ്പോൾ ദൈവത്തിന് റോള് വേണം, അള്ളാഹുവിന് റോള് വേണം. അതിന് അദ്ദേഹം കൊണ്ടുവന്ന പദമാണ് തിയോ ഡെമോക്രസി. ശരീഅത്തിനൊരു അപ്രമാദിത്വമുള്ള, എന്നാൽ ജനങ്ങളാൽ തന്നെ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം. അതിന് അദ്ദേഹം പറഞ്ഞതാണ് തിയോ ഡെമോക്രസി എന്നുള്ള പദപ്രയോഗം. അത് ചർച്ച ചെയ്യപ്പെടുന്ന, പലരാലും സ്വീകരിക്കപ്പെടുകയോ പലരാലും തള്ളപ്പെടുകയോ, എന്നാൽ മറ്റു പലതരത്തിൽ ഇസ്ലാമിക ലോകത്ത് അത് അപ്ലൈ ചെയ്യപ്പെടുകയോ ചെയ്ത ഒരു ചിന്തയായി അദ്ദേഹത്തിൻ്റെ തിയോ ഡെമോക്രസി മാറി എന്നുള്ളതും കൂടി പരിചിതമാണ്. ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ചിന്തയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഒന്നാണ് ഈ ജനാധിപത്യത്തെയും ഇസ്ലാമിനെയും കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ ചിന്ത എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുന്നത്തിൻ്റെ സംരക്ഷണമാണ്. മൗലാന മൗദൂദിയെക്കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം തഫ്ഹീമുൽ ഖുർആൻ എഴുതിയിട്ടുണ്ട്. തഫ്ഹീമുൽ ഖുർആൻ നീണ്ട വർഷങ്ങളുടെ ഒരു തപസ്സിൻ്റെ ഫലമായി, ജയിലിൽ തന്നെയായിരുന്നു അദ്ദേഹം തഫ്ഹീമുൽ ഖുർആൻ അധികവും എഴുതിയത്. ജയിലിൽ ഇരുന്നു കൊണ്ടതാണ് തഫ്ഹീമുൽ ഖുർആൻ പൂർത്തീകരിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ മൗലാന മൗദൂദിയുടെ മറ്റൊരു രചനയുടെ പേരാണ് തഫ്ഹീമുൽ അഹാദീസ്. മൗലാന മൗദൂദി ഉപയോഗിച്ച ഹദീസുകളുടെ കളക്ഷൻ 7 വാള്യങ്ങളായി പാകിസ്ഥാനിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഹദീസുകളുടെയും വിശദീകരണവും ഷറഹും അതിൻ്റെ കൂടെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ അത് മലയാളത്തിലേക്കും മറ്റു ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. മൗലാന മൗദൂദി എന്ന് പറയുന്ന ഒരു മുഹദ്ദിസിൻ്റെ, ഒരു ഹദീസ് പണ്ഡിതൻ്റെ ഒരു ഇമേജായി, ഒരു പോർട്രേറ്റായി നമുക്ക് തഫ്ഹീമുൽ അഹാദീസ് എന്ന് പറയുന്ന ആ വോളിയൂംസ് നമുക്ക് കാണുവാൻ കഴിയും. ഇത് എന്തിനാണ് അദ്ദേഹം എഴുതിയത്? അതുപോലെ തന്നെ ഇത് സുന്നത്ത് എന്ന് പറയുന്ന ആശയത്തെ സ്ഥാപിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. കാരണം അന്ന് ഖാദിയാനി എന്ന് പറയുന്ന പുതിയ ആശയങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. മൗലാന മൗദൂദിയുടെ ഒരു കാലത്ത് തന്നെയാണ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാൻ പ്രദേശത്തിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടോടുകൂടി ഞാൻ മഹദിയാണെന്നും പിന്നീട് നബിയാണെന്നൊക്കെ വാദിച്ചുകൊണ്ട് ഉയർന്നു വന്നത്. ഇതിനെതിരെ വിവിധ പണ്ഡിതന്മാർ ആ സമൂഹത്തിൽ ശക്തമായ പ്രതികരണങ്ങളും കിതാബുകളും ഖണ്ഡനമണ്ഡനങ്ങളൊക്കെ എഴുതിയുണ്ടായിരുന്നു. പക്ഷെ മൗലാന മൗദൂദിയുടെ രചനകൾ ഒരുപക്ഷെ അതിനെയൊക്കെ അതിര് കവിയുന്ന, അതിനെയൊക്കെ തകർത്ത് കളയുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന തരത്തിലുള്ള രചനകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുന്നത്ത് കി ഐനെ ഹൈസിയത്ത് എന്ന് പറയുന്ന രചനയുണ്ട്. സുന്നത്തിൻ്റെ പ്രാമാണികത എന്ന പേരിൽ മലയാളത്തിൽ അത് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സുന്നത്ത് എന്താണ്, അത് ഖുർആനിനോട് എങ്ങനെയാണ് ചേർന്ന് നിൽക്കുന്നത്, സുന്നത്തില്ലാതെ ഖുർആനില്ല എന്നും, സുന്നത്ത് എന്ന് പറയുന്നത് ഖുർആനെ പോലെ തന്നെ പ്രാമാണികതയുള്ളതാണെന്നും, സുന്നത്ത് എന്ന പേരിൽ കളക്ട് ചെയ്യപ്പെട്ട ഹദീസുകൾക്ക് അതിൻ്റെതായ ബലമുണ്ട് എന്നൊക്കെ വിശദീകരിക്കുന്ന രചനയാണ് സുന്നത്തിൻ്റെ പ്രാമാണികത. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സുന്നത്ത് നിഷേധം ഖാദിയാനികൾക്ക് മാത്രമായിരുന്നില്ല. കാരണം മുസ്ലിം സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ഇൻ്റലക്ച്വലുകൾ ഈ ഡെസ്റ്റോക്സിക്കേറ്റഡ് എന്ന് മുഹമ്മദ് കുത്തുബ് പറഞ്ഞതുപോലെ ഹദീസിനോട് ഒരു തരം പ്രതിലോമകരമായ നിലപാടുണ്ടാവുകയും ഞങ്ങൾ ഖുർആനെ സ്വീകരിക്കാൻ ശരിയാണ് എന്ന് പറഞ്ഞ ഖുർആനിസ്റ്റുകൾ മുസ്ലിം ലോകത്ത് ശക്തമായിരുന്ന കാലം. അപ്പം ആ ഒരു വിഷയത്തെയും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഖുർആൻ മാത്രമല്ല, ഖുർആൻ പഠിക്കണമെങ്കിൽ സുന്നത്ത് പഠിക്കണം, മുസ്ലിമായി ജീവിക്കണമെങ്കിൽ സുന്നത്തും കൂടി വേണം, സുന്നത്തില്ലാത്തവൻ മുസ്ലിം അല്ല എന്ന തരത്തിൽ അതിന് വളരെ ശക്തമായ താത്വികമായ നിലവിൽ തന്നെ തെളിവുകളുടെ സഹായത്തോടു കൂടി എഴുതിയ മൗലികമായ രചനയാണ് സുന്നത്ത് കി ഐനെ ഹൈസിയത്ത് എന്ന് പറയുന്ന സുന്നത്തിൻ്റെ പ്രാമാണികത എന്ന് പറയുന്ന രചന. അദ്ദേഹം അവിടെ നിൽക്കുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ പ്രവാചകത്വ നിഷേധത്തെക്കുറിച്ച് ശക്തമായ വാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് കിതാബുകൾ എഴുതുന്നത് കാണാം. പ്രവാചകത്വ പരിസമാപ്തി എന്ന് പറയുന്ന രചനയുണ്ട്. ഖത്മുൻ നബുവ എന്ന് പറയുന്ന പേരിൽ പ്രവാചകത്വ പരിസമാപ്തി എന്ന് പറയുന്ന മലയാളത്തിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട രചന. കാരണം ഖാദിയാനിസം പാകിസ്ഥാനിൻ്റെ രാഷ്ട്രീയത്തിൽ പോലും ശക്തമായ റോളുണ്ടാക്കി. സഫറുല്ലാ ഖാൻ എന്ന് പറയുന്ന ഒരാൾ പാകിസ്ഥാനിൽ മന്ത്രിയായി മാറി, ഖാദിയാനിയായിരുന്നു. അങ്ങനെയുള്ള ആൾ പോലും പാകിസ്ഥാനിലെ ഇസ്ലാമിൻ്റെ പേരിലും മുസ്ലിങ്ങളുടെ പേരിലും രൂപപ്പെട്ട പാകിസ്ഥാനിലെ ഭരണ സംവിധാനത്തിൽ ഒരാൾ ഖാദിയാനിസത്തിൽ നിന്ന് മന്ത്രിയായി വരിക എന്ന് പറയുമ്പോൾ ചെറുതായി നമ്മൾ മനസ്സിലാക്കാൻ പാടുള്ളതല്ല. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പ്രവാചകത്വ പരിസമാപ്തി എന്ന് പറയുന്ന ഖത്മുൻ നുബുവത്ത് എഴുതുകയും ഖാദിയാനി മസ്അല എന്ന് പറയുന്ന പേരിൽ മറ്റൊരു രചന എഴുതുന്നത്. അതിൻ്റെ പേരിലാണ് അദ്ദേഹം തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെടുന്നത്. അറബ് ഇസ്ലാമിക ലോകത്തിലെ പണ്ഡിതന്മാരുടെ ശക്തമായ സമ്മർദ്ദ ഫലമായിട്ടാണ് അദ്ദേഹത്തെ തൂക്കുമരത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്നത്. മൗലാന മൗദൂദിയുടെ ആ സമയത്ത് പല ആൾക്കാരും സോറി പറയാൻ ചെയ്യുന്നു. മൗദൂദി പറയുന്നത് കലിമ ഷഹാദത്തും പിടിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി ദീനിന് വേണ്ടി പേനയിൽ നിന്ന് വിരലുകൊണ്ട് ഞാൻ മാപ്പ് എഴുതുകയില്ല എന്നൊക്കെ പറയുന്ന വർത്തമാനങ്ങളൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം. കാരണം ഈമാൻ, മറിയം ജമീല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ശക്തമായി മൗദൂദിയെ വിമർശിക്കുന്ന മറിയം ജമീമ പോലും അവർ പറഞ്ഞൊരു പോയിന്റ്, സ്വീകരിച്ചിരിക്കുന്ന ആശയത്തിന് വേണ്ടി അണുകിട വിടാതെ
വളരെ പവർഫുള്ളായി നിലനിൽക്കുന്ന ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ലെന്ന് അവരുടെ രചനകളിൽ പറയുന്നുണ്ട്. അതായിരുന്നു മൗദൂദി സാഹിബ്. അതുകൊണ്ട് തന്നെ ആ പേരിൽ വധശിക്ഷയ്ക്ക് പോലും വിധിക്കപ്പെട്ട ആളും കൂടെ ആയിരുന്നു. കാരണം സുന്നത്ത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. സുന്നത്തിനെ കുറിച്ച് പറയേണ്ടത് മാത്രമല്ല, സുന്നത്തെ സമർത്ഥിക്കുകയും അതിൻ്റെ പേരിൽ വധശിക്ഷയിലേക്ക് എത്തുകയും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തന ഫലമായിട്ടാണ് ഖാദിയാനികളെ മൈനോറിറ്റിയായിട്ട് പാകിസ്ഥാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ മൗലാന മൗദൂദി മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ മുസ്ലിം സംഘങ്ങൾ പ്രവർത്തിക്കുകയും പോലും അതിനൊരു താത്വിക അടിത്തറ ഒരുക്കി കൊടുക്കുന്നതിൽ, അതിനൊരു ജനകീയമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ മൗദൂദി സാഹിബ് മുമ്പിൽ നിൽക്കുകയും അതിൻ്റെയും കൂടി പ്രവർത്തന ഫലമായിട്ടാണ് ഖാദിയാനികളെ നോൺ മുസ്ലിം മൈനോറിറ്റി എന്ന തലത്തിൽ പാകിസ്ഥാൻ പരിഗണിക്കുകയും ചെയ്തത്. ആ ഒരു തലത്തിലേക്ക് മൗദൂദി സാഹിബിൻ്റെ ഒരു ഇസ്ലാമിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ സുന്നത്തിനോടുള്ള സ്നേഹം പോകുന്നത് നമുക്ക് കാണാം. മറ്റൊന്ന്, ഇസ്ലാമിനെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓൾട്ടർനേറ്റീവായി മുന്നോട്ട് വെക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ അതിന് ഇസ്ലാമുൽ ജാഹിലിയത്ത് എന്ന് പറഞ്ഞ രചനയിൽ നമുക്കത് കാണാൻ കഴിയും. മൗദൂദി സാഹിബ് ഇസ്ലാമിനെ 4 കാര്യങ്ങൾക്കെതിരായി സമർത്ഥിക്കുന്നുണ്ട്, 4 ജാഹിലിയത്തിനെതിരായി. അതിലൊന്ന് ഹുക്മുൽ ജാഹിലിയ, 2 വന്നുൽ ജാഹിലിയ, 3 ഹമിയത്തുൽ ജാഹിലിയ, 4 തബറുജുൽ ജാഹിലിയ. ഈ ഇസ്ലാമുൽ ജാഹിലിയത്ത് എന്ന് പറഞ്ഞ രചനയിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ഹുക്മുൽ ജാഹിലിയ എന്ന് പറഞ്ഞാൽ അനിസ്ലാമികപരമായ എല്ലാ നിയമനിർമ്മാണത്തെയും പരമാധികാരത്തെയും അധികാരത്തെയും അത് ഒരു ജാഹിലിയത്താണ്. ഇസ്ലാമികമല്ലാത്ത ഭരണകൂടമൊക്കെയും ജാഹിലിയത്താണ്. അതിൽ നിന്ന് രൂപപ്പെടുന്ന എല്ലാ ഇസങ്ങളും നിയമം, ലീഗൽ പ്രോസസ്സും ഒക്കെയും ജാഹിലിയത്തിൻ്റെ വിഷയമാണ്. അതിന് ബദലാണ് ഇസ്ലാം എന്ന് അദ്ദേഹം ഹുക്മുൽ ജാഹിലിയ എന്ന് പറയുന്ന വിഷയത്തെ കൈകാര്യം ചെയ്തതിൽ പറയുന്നുണ്ട്. 2 വന്നുൽ ജാഹിലിയ, ഊഹാപോഹങ്ങളുടെ ജാഹിലിയത്ത്. അതായത് എല്ലാത്തരം ഇസങ്ങളും അത് മനുഷ്യത്വ വിരുദ്ധവും കൂടിയിട്ടാണ്. മനുഷ്യത്വ വിരുദ്ധമാവുന്നതെല്ലാം ഇസ്ലാമിക വിരുദ്ധമാണ്. ഇസ്ലാം ഇതിനൊക്കെ ഓൾട്ടർനേറ്റീവാണ്. എല്ലാ മാൻമെയ്ഡ് മനുഷ്യനിർമ്മിത ആശയങ്ങളെല്ലാം ഒരിക്കലും മനുഷ്യന് ഉപകാരപ്പെടുന്ന സംവിധാനങ്ങളോ ആശയങ്ങളോ പ്രൊഡക്റ്റോ ഉണ്ടാക്കുന്നതല്ല. കാരണം അത് പ്രകൃതിയാലുള്ളതല്ല. പ്രകൃതിയാലുള്ള മതം, ആശയം അത് ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് അതൊക്കെ ഊഹാപോഹങ്ങൾ മാത്രമാണ്. ഇസ്ലാമാണ് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവാണ് ദീൻ തന്നതുകൊണ്ട് അതാണ് യാഥാർത്ഥ്യം, അതാണ് പ്രകൃതിയാലുള്ളത്. അതുകൊണ്ടാണ് മൗലാന മൗദൂദി ഇസ്ലാമിനെ പ്രകൃതി മതം എന്നുള്ള പേര് കൊണ്ട് വിളിച്ചത്. അതുപോലെ തന്നെ 3 അദ്ദേഹം പറഞ്ഞത് ഹമിയത്തുൽ ജാഹിലിയ. ഹമിയത്ത് എന്ന് പറഞ്ഞാൽ ശത്രുത, വൈരാഗ്യം, ദേഷ്യം, ആ പദം ഉൾക്കൊള്ളുന്ന ആശയത്തിനാണ് ഹമിയത്ത് എന്ന് പറയുന്നത്. അതെല്ലാം ജാഹിലിയത്താണ്. കമ്മ്യൂണലിസം ജാഹിലിയത്താണ്, സെക്ടേറിയനിസം ജാഹിലിയത്താണ്, പാർഷ്വാലിറ്റി ജാഹിലിയത്താണ്. ഈ പറയുന്നത് മുസ്ലിം സമൂഹത്തിലാണെങ്കിൽ പോലും ജാഹിലിയത്താണ്. കാരണം ഇസ്ലാം അതിനെതിരെ വന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൻ ദഅ ഇലാ അസബിയ ഫലൈസ മിന്ന, പാർഷ്വാലിറ്റിയിലേക്ക് ആര് വിളിക്കുന്നു അവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അത് ഇസ്ലാം അല്ല, മുസ്ലിമിനെ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം ഇസ്ലാം പാർഷ്വാലിറ്റി പഠിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണലായ, സെക്ടേറിയനായ, പാർട്ടിസനായ ഈ തരത്തിൽ വിഭാഗീയത പഠിപ്പിക്കുന്ന എല്ലാ ആശയങ്ങളും അതിന് ബദലാണ് ഇസ്ലാം എന്നാണ് അദ്ദേഹം വന്നുൽ ജാഹിലിയക്ക് ബദലായി ഇസ്ലാം വിശദീകരിക്കുമ്പോൾ പറയുന്നത്. 4 തബറുജുൽ ജാഹിലിയ, അധാർമികമായ, സദാചാര വിരുദ്ധമായ, അസത്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള ജാഹിലിയത്തും അത് മനുഷ്യവിരുദ്ധമാണ്. എന്നാൽ മനുഷ്യനുള്ളത് ഇസ്ലാമാണ്. അങ്ങനെ ഇസ്ലാമിനെ ആ ഒരു തരത്തിൽ സമർപ്പിക്കുന്ന സിസ്റ്റം തിയറി എന്ന തലത്തിൽ മൗദൂദി സാഹിബ് ഇസ്ലാമിനെ കാണുന്നുണ്ട്. സിസ്റ്റം തിയറി എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ഒരുപക്ഷെ ആ ഒരു തരത്തിൽ ഇസ്ലാമിനെ വിശദീകരിക്കാൻ തുടങ്ങുന്നത് മൗലാന മൗദൂദി തന്നെയാണ്. നിങ്ങൾ ഇസ്ലാമിക് ഫൈനാൻസിനെ കുറിച്ചും ഇസ്ലാമിക് എക്കണോമിനെ കുറിച്ചൊക്കെ ഒരുപാട് ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ പിന്നീട് വന്നു. അതായത് ഉമർ ചാപ്ര, FR ഫരീദി അടക്കമുള്ള ആൾക്കാർ, നജാത്തുല്ലാ സിദ്ദിഖി അടക്കമുള്ള ഒട്ടുമിക്ക ഇസ്ലാമിക് ഫൈനാൻസിനെയും ബാങ്കിങ്ങിനെയും കുറിച്ച് പഠിച്ചവർ അധികം ജമാഅത്ത് ഇസ്ലാമി ബന്ധമുള്ളവരാണ്. അല്ലെങ്കിൽ മൗലാന മൗദൂദിയുടെ രചനകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടതാണ്. അദ്ദേഹമാണ് ഇസ്ലാമിക് എക്കണോമിക് തോട്ട് എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ പ്രധാന പ്രയോക്താവ്. അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നിന്നാണ് ഇസ്ലാമിക് ഫൈനാൻസിലേക്കുള്ള താത്വികപരമായ ആശയങ്ങൾ ലഭിച്ചത് പലർക്കും. അതുപോലെ തന്നെ ഇസ്ലാമിക് രാഷ്ട്രീയ ചിന്ത, പൊളിറ്റിക്കൽ ഓർഡറിനെ കുറിച്ച് മൗലാന മൗദൂദിയുടെ ചിന്തകളുണ്ട്. സോഷ്യൽ ഓർഡറിനെ കുറിച്ചും എക്കണോമിക് ഓർഡറിനെ കുറിച്ചും സ്പിരിച്വാലിറ്റിയെ കുറിച്ചും മൗലാന മൗദൂദി ഇങ്ങനെ വിഘടിപ്പിക്കുന്നത് കാണാം. കാരണം ഈ എക്കണോമിയെ കുറിച്ച് പറഞ്ഞു തന്നതാണ് സോഷ്യലിസവും മാർക്സിസവും
ഈ അടക്കമുള്ളതൊക്കെ കമ്മ്യൂണിസം ഒക്കെ, എന്നാൽ ഇസ്ലാമിൽ അതുണ്ട് എന്ന് അദ്ദേഹം അത് പറയാം. സൊസൈറ്റിയെ കുറിച്ച് സംസാരിച്ചു വന്ന ഡെമോക്രസിയും സെക്യുലറിസത്തെ കുറിച്ചൊക്കെ മാറ്റി വെച്ചിട്ട് ഇസ്ലാമിലും ഒരു സൊസൈറ്റിയെ കുറിച്ചുള്ള ഒരു ഓർഡർ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിന് സ്വന്തമായ ഒരു മിസ്റ്റിക്കൽ, ഒരു സ്പിരിച്വൽ ഡയമെൻഷൻ ഉണ്ട്. ഇസ്ലാമിന് സ്വന്തമായ ഒരു രാഷ്ട്രീയ സംവിധാനവും ആശയവും സിസ്റ്റവും ഉണ്ട്. അങ്ങനെ സിസ്റ്റമിനെ അടിസ്ഥാനത്തിലാക്കി ഇസ്ലാമിനെ വിശദീകരിക്കുന്നത് കാണാം. ഇത് കുറച്ചും കൂടി കടന്നു ചെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ മൗലാന മൗദൂദി ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നതും ഈ ഒരു വിഷയത്തിലാണ്. മൗലാന മൗദൂദി ഇസ്ലാമിനെ അനിസ്ലാമികമായ ചിന്തകൾക്ക് ബലാബലം വെക്കാൻ ശ്രമിച്ചു. സെക്കുലറിസത്തിന് ബലാബലം ഇസ്ലാം, കമ്മ്യൂണിസത്തിന് ബലാബലം ഇസ്ലാം. അപ്പോൾ അത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ഒരു ദീനിനെ എങ്ങനെയാണ് കമ്മ്യൂണിസത്തോട് താരതമ്യം ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ തരത്തിലുള്ള പിന്നീട് വിമർശനങ്ങളൊക്കെ ഉണ്ടായി. അതെന്താണെങ്കിലും വേറെ ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ അവിടെയൊക്കെയും ഒരു ഇസ്ലാം എന്നത് വലിയൊരു ഊർജമായി മാറുവാൻ, ഇസ്ലാം എന്നത് എക്കണോമിയുടെയും പൊളിറ്റിക്സിൻ്റെയും സ്പിരിച്വാലിറ്റിയുടെയും സൊസൈറ്റിയുടെയും എല്ലാം ഊർജമായി ആധുനിക ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തത് മൗലാന മൗദൂദി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകതലത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പോലും ഉണ്ടാകുമ്പോൾ ഈവൻ ഷേഖ് ഹസൻ ബന്ന തന്നെ ഉണ്ടാക്കിയ ഇഖ്വാനുൽ മുസ്ലിമൂൻ്റെ പ്രധാന ആശയടിത്തരം മൗദൂദിൻ്റെ രചനകളാണ്. ഹസനുൽ ബന്ന വലിയ എഴുത്തുകാരനായിരുന്നില്ല, അദ്ദേഹത്തിന് 1-2 രചനകൾ മാത്രമേ ഉള്ളൂ. സയ്യിദ് ഖുത്ബ് എന്ന് പറയുന്ന വലിയ പണ്ഡിതനായി വളരുന്നത് മൗലാന മൗദൂദിയുടെ രചനകൾ വായിച്ചുകൊണ്ടാണ്. മൗലാന മൗദൂദിയുടെ ഏറ്റവും സുപ്രധാനമായ താത്വിക അടിത്തറയിലുള്ള രചനകളാണ് ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ. ഖുർആൻ കി ചാർ ബുനിയാദ് ഇസ്ലാഹി എന്ന് പറയുന്ന രചന. ആ രചന അള്ളാഹു ഇലാഹ് റബ്ബ് എന്ന് പറയുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ളതാണ്. അതായത് ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെയും ഇലാഹിൻ്റെയും റബ്ബിൻ്റെയും ദീനിൻ്റെയും അതിൽ നിന്ന് രൂപപ്പെട്ട ചിന്തകളുടെ അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം ആ രചനയിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ചില പണ്ഡിതന്മാർ പറയുന്നത് ചെറിയ രചനയാണ്, അതിന് ഏറ്റവും കൂടുതൽ ഒരുപാട് ഷറഹുകൾ, കൂടുതൽ പഠനങ്ങൾ ഉണ്ടാവേണ്ടതാണ്. മൗലാന മൗദൂദി പോലും ആ രചനയെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് മാത്രമേ കൈകാര്യം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ ആ രചനയ്ക്ക് കൂടുതൽ വിശദീകരണം നൽകേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മൗലാന മൗദൂദിയുടെ ഇസ്ലാമിനോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റാണ്. സിദ്ധാന്തം എന്ന നിലയിൽ, ഒരു ആശയം എന്ന നിലയിൽ, ഒരു സിസ്റ്റം എന്ന നിലയിൽ, ഒരു വേ ഓഫ് ലൈഫ് എന്ന നിലയിലുമെല്ലാം മൗലാന മൗദൂദി ഇസ്ലാമിനെ സമർപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ ഏറ്റവും അധികം ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. 70-ലധികം ഭാഷകളിലേക്ക് ഇസ്ലാം മതവും ഖുത്ബാത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും ലോകത്ത് ഇസ്ലാം എന്ന് പറയുന്നതിന് ആദ്യമായി റെഫർ ചെയ്യപ്പെടുന്ന കിതാബുകളിലൊന്നും മൗലാന മൗദൂദിയുടെ കിതാബായി മാറുന്നതല്ല. മൗലാന മൗദൂദി എന്ന് പറയുന്ന മനുഷ്യൻ ഇസ്ലാമിക ലോകത്ത് ഉണ്ടാക്കിയ സ്വാധീനമാണ്. അത് ചെറുത് അല്ല എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അതായത് ഒരു വ്യക്തി എന്ന നിലയിൽ ചെറുപ്പക്കാരനായ മൗലാന മൗദൂദിയുടെ രചനകൾ അവസാനം അദ്ദേഹം 79 മരിക്കുമ്പോഴുള്ള കാലഘട്ടം വരെയുള്ള രചനകൾക്കും ഒരേ വേവ് ലെങ്ത് നമുക്ക് മനസ്സിലാക്കാം. വയസ്സ് അദ്ദേഹത്തിൻ്റെ ഇൽമിനെ സ്വാധീനിക്കുന്നില്ല. ഒരേ സമയം തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എല്ലാ രചനകളും ഒരുപോലെ നിൽക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ചെറുപ്പക്കാരനായ അല്ലാമ മൗദൂദിയുടെ ജിഹാദ് എന്ന രചന ഇപ്പോഴും നമ്മൾ വായിക്കുമ്പോഴും മൗലാന മൗദൂദിയുടെ താടിയുള്ള ഭാവമാണ് നമ്മുടെ മനസ്സിൽ വരിക. കാരണം 23-24 വയസ്സിലെ എഴുതിയ രചന നമ്മളിപ്പോൾ വായിക്കുമ്പോൾ മൗലാന മൗദൂദി താടിയുള്ള മൗദൂദിയായിട്ട് നമ്മൾ ഫീൽ ചെയ്യുക. ആലോചിച്ച് നോക്കുക. കാരണം ഇൻ്റലക്ച്വൽ ഗ്രോത്ത് ഒരുപോലെ നിലനിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതിന് കാരണം പറയുന്നത് മൗലാന മൗദൂദിയുടെ കുടുംബം സയ്യിദ് കുടുംബമാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ മൗലാന മൗദൂദിയുടെ വാപ്പാടെ അങ്കിളാണ്, അമ്മാവനാണ്. അവർ ആ ഒരു സാഹചര്യത്തെ പ്രധാനപ്പെട്ട ഇൻ്റലക്ച്വൽ കുടുംബവും കൂടെ ആയിരുന്നു. മൗലാന മൗദൂദിയുടെ ഒരു വളർച്ചയെക്കുറിച്ച് ചില ചരിത്ര നിമിഷങ്ങളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മൗലാന മൗദൂദിയുടെ വാപ്പയെ അദ്ദേഹത്തിൻ്റെ പിതാവ് അലിഗഡ് സ്ഥാപനത്തിൽ കൊണ്ട് ചേർക്കുന്നുണ്ട്. സർ സയ്യിദിൻ്റെ അമ്മാവൻ്റെ കുടുംബത്തിൽ സ്ഥാപനത്തിൽ കൊണ്ട് ചേർക്കുകയും അതിൻ്റെ ഫലമായി വെസ്റ്റേൺ തോട്ടുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്തതോടുകൂടി അദ്ദേഹം വാപ്പ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് എൻ്റെ മകൻ അങ്ങനെ ആവേണ്ടതില്ല. അതുകൊണ്ട് അദ്ദേഹത്തെയാണ് സാധാരണ സാമ്പ്രദായിക പഠന സ്ഥാപനത്തിലാണ് ഏൽപ്പിക്കുന്നത്. ചില ഉസ്താദന്മാരെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുടുംബ പശ്ചാത്തലമുള്ളത് കൊണ്ട് ഒരേ സമയം നമ്മുടെ പാരമ്പര്യ വിദ്യാഭ്യാസം ലഭിക്കുകയും അതിൻ്റെ കൂടെ തന്നെ പാശ്ചാത്യ സാഹിത്യ ദർശനങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ഫ്രഞ്ച് റഷ്യൻ സാഹിത്യങ്ങളെക്കുറിച്ചും നല്ല ധാരണയുള്ള ആളായിരുന്നു.
അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ വായിച്ചിരുന്ന ഫ്രഞ്ച് സാഹിത്യങ്ങളാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഫ്രഞ്ച് റഷ്യൻ സാഹിത്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും വെസ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫ്രഞ്ച് തത്വചിന്തകന്മാരെ അദ്ദേഹം ഉദ്ധരിക്കുന്നത് കാണുവാൻ കഴിയും. നമ്മൾ ഇത് പറയുന്നതെല്ലാം മൗദൂദി എന്ന് പറയുന്ന ഒരാൾ സാമ്പ്രദായിക ട്രഡീഷണൽ നോളജിൽ നിന്ന് മാത്രം ആവേശം അല്ലെങ്കിൽ അത് മാത്രം വായിച്ച ആളായിരുന്നില്ല എന്നതാണ്. നമുക്കൊന്നും റോൾ മോഡലായി മൗദൂദി മാറുന്നത് അദ്ദേഹത്തിൻ്റെ വായനയുടെ വിശാലതയിലാണ്. വായന എന്ന് പറയുന്നത് ചെറിയ ലോകമായിരുന്നില്ല, വലിയ ലോകത്തെയും വലിയ വിജ്ഞാനങ്ങളെയും എല്ലാവരെയും ഒരുപോലെ പരിചയപ്പെടാൻ കഴിയുന്നു. ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കുന്ന മറ്റൊരു വിഷയം അദ്ദേഹത്തിൻ്റെ സംഘടനകളുമായിട്ടുള്ള ബന്ധമാണ്. പാകിസ്ഥാനിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തിയിരുന്നത് ഷിയ കമ്മ്യൂണിറ്റികളുമായിട്ടും സൂഫി ത്വരീഖത്തുകളുമായിട്ടായിരുന്നു. കാരണം ഇവർക്കൊക്കെയും പാകിസ്ഥാനിൽ നല്ല റോൾ ഉണ്ടായിരുന്നു, സാമൂഹിക രാഷ്ട്രീയ മതപരമായ റോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷിയ വിഭാഗത്തെക്കുറിച്ച് ചരിത്രപരമായ വിമർശനങ്ങൾ എഴുതിയ ആൾ മൗദൂദി സാഹിബാണ്. പക്ഷെ അദ്ദേഹം അപ്പോഴും ഷിയാക്കളുമായി നല്ല ബന്ധം പുലർത്തിയ ആളാണ്. സൂഫികളുമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ആളായിരുന്ന മൗദൂദി സാഹിബ് സൂഫികളുമായി നല്ല ബന്ധം പുലർത്തിയ ആളാണ്. കാരണം മൗദൂദി സാഹിബിൻ്റെ കുടുംബം തന്നെ തസവൂഫുമായി ബന്ധമുണ്ട്. മൗദൂദി സാഹിബിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ പേരാണ് സയ്യിദ് അബുലാല മൗദൂദി, സെയിം പേരായിരുന്നു. അദ്ദേഹം മൗദൂദിയ ത്വരീഖത്ത് എന്ന് വിളിക്കപ്പെടുന്ന മൊയ്നുദ്ദീൻ ചിശ്തിയുടെ ത്വരീഖത്തിൻ്റെ സബ് ബ്രാഞ്ചിൻ്റെ ഷെയ്ഖായിരുന്നു. അതുകൊണ്ട് തന്നെ ചിശ്തി ചിന്താധാരകളും ആശയങ്ങളും ഈ കുടുംബത്തിൽ ശക്തമായ സ്വാധീനമുണ്ടായിരുന്നു. മൗദൂദി സാഹിബിൻ്റെ ആദ്യകാല മദ്രസ സംവിധാനങ്ങളിൽ ചിശ്തി ത്വരീഖത്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം കൂടുതൽ ജീവിച്ചിരുന്നത്. പിൽക്കാലത്ത് അദ്ദേഹം തസവുമായിട്ടുള്ള ബന്ധം, ആ ഘടനയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചെങ്കിൽ പോലും അവസാനം വരെയും ഈ ചിശ്തി അടക്കമുള്ള വിവിധ ത്വരീഖത്തുകളുമായി നല്ല ബന്ധം പുലർത്തിയ ആളും കൂടി ആയിരുന്നു മൗലാന മൗദൂദി. അപ്പോൾ സമുദായത്തിൻ്റെ വിവിധ പൾസ് തിരിച്ചറിഞ്ഞ, ആത്മീയമായ അതിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ, സമുദായത്തിൻ്റെ രാഷ്ട്രീയത്തിനും നാഗരികതയുടെ വളർച്ചയ്ക്കും വേണ്ടിയുമെല്ലാം അഹോരാത്രം പണിയെടുത്ത ഒരു പണ്ഡിതനാണ് മൗലാന മൗദൂദി. മൗലാന മൗദൂദിയെ ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ അല്ലെങ്കിൽ തഫീമുൽ ഖുർആൻ എഴുതിയ ഒരു മുഫസ്സിർ എന്നത് മാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ്റെ, സുന്നത്തിൻ്റെ, സമുദായത്തിൻ്റെ വിവിധ സിസ്റ്റത്തിനെ കുറിച്ചും ചിന്തയെക്കുറിച്ചും ചിന്തിച്ച, അന്ന് തന്നാൽ കഴിയും വിധമുള്ള പരിഹാരങ്ങൾ സമൂഹത്തിന് സമർപ്പിച്ച, അന്ന് മുസ്ലിം സമുദായം ഏറ്റ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം, ഖാദിയാനിസം, വിഭാഗീയത അടക്കമുള്ള വിവിധ വിഷയങ്ങളിൽ കൈകാര്യം ചെയ്ത, സമുദായത്തിൻ്റെ തന്നെ ചരിത്രം എഴുതി വെച്ച ചരിത്രകാരനും കൂടിയായ ഒരു മഹാനായ പണ്ഡിതനാണ് മൗലാന മൗദൂദി എന്ന് തിരിച്ചറിയുമ്പോഴാണ് മൗലാന മൗദൂദിയുടെ മുസ്ലിം സമൂഹത്തിലുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.